വാർത്തകൾ. മുത്തങ്ങയിൽ ആദിവാസി ഗോത്ര മഹാസഭ 18 പേരെ ബന്ദികളാക്കി. വാർത്തകൾ വിശദമായി. കയ്യേറ്റ മേഖലയോട് ചേർന്ന വനമേഖലയിലെ തീ നിയന്ത്രിക്കാൻ ആദിവാസികളുമായി ചെന്ന വനപാലകരെ ജാനുവിന്റെ അനുയായികൾ പിടികൂടുകയായിരുന്നുവെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജീപ്പ് മുന്നോട്ടോ പിന്നോട്ടോ എടുക്കാൻ കഴിയാത്ത രീതിയിൽ നെല്ലൂർ വയൽ റോഡിൽ മരം മുറിച്ചിട്ട് തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ്. അമ്പുകുത്തി വനമേഖലയിലെ 6 കേന്ദ്രങ്ങളിലാണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നത്. ബന്ദികളാക്കിയവരിൽ ഫോറസ്റ്റർമാരായ മാധവൻ നായർ, പി രാജൻ, ഗാർഡ് സുരേഷ് ബാബു എന്നിവർ ഉൾപ്പെടുന്നു. ജില്ലാ കളക്ടറോ ജില്ലാ പോലീസ് സൂപ്രണ്ടോ സംഭവ സ്ഥലത്തെത്താതെ ബന്ദികളെ വിടില്ലെന്നാണ് ഗോത്രമഹാസഭ പറയുന്നത്. മുത്തങ്ങ സമരം നടന്നിട്ട് വർഷങ്ങൾ കഴിയുന്നു. എല്ലാ വാർഷിക ദിനങ്ങളിലും പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ മുത്തങ്ങയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്നു. ആരും കടന്നു ചെല്ലാത്ത, അറിയാൻ ശ്രമിക്കാത്ത മുത്തങ്ങ സമരത്തിൻ്റെ അവശേഷിപ്പുകളിലേക്കാണ് ഞങ്ങളുടെ അന്വേഷണം. സമരം കഴിഞ്ഞ് രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും പുതിയ വിഷയങ്ങളിലേക്ക് കടന്നു. എന്നാൽ സമരത്തിൻ്റെ അനന്തരഫലം അനുഭവിച്ച, ഇന്നും ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. ആദിവാസി സമരമെന്ന് നമ്മളറിഞ്ഞ മുത്തങ്ങയിൽ ദുരിതം അനുഭവിച്ചതും ഇന്ന് അനുഭവിക്കുന്നവരും ആദിവാസികൾ മാത്രമല്ല, കുറേ പാവപ്പെട്ട സർക്കാർ ജീവനക്കാർ കൂടെയാണ്. ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി സമരക്കാരുടെ തടൽ കഴിഞ്ഞവർ, സമരത്തിൻ്റെ വ്യാഖ്യാനങ്ങളിലൊന്നും പേര് ചേർക്കാത്തവർ, ആ ഭീകര ദിവസത്തിൻ്റെ ഓർമ്മയിൽ ഇന്നും ജീവിക്കുന്നവർ, അവരെ അറിയാൻ, അവർക്ക് പറയാനുള്ളത് കേൾക്കാനാണ് ഞങ്ങളുടെ ശ്രമം. കേൾക്കാത്തവരെ കേൾക്കാൻ അവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനിങ്ങനെ മാധവേട്ടനെ കുറിച്ച് ഒരുപാട് അറിഞ്ഞതിന് ശേഷം ഇപ്പൊ കുറച്ചായി മാധവേട്ടൻ തന്നെയാണ് മനസ്സിലിങ്ങനെ അന്നത്തെ മുത്തങ്ങ മാധവേട്ടന്റെ മുന്നിൽ ഇരിക്കുമ്പോ മാധവേട്ടനോട് എന്തൊക്കെയാ ചോദിക്കേണ്ടത്, അങ്ങനെ ഒരുപാട് പിറകിലേക്ക് പോയി പല പത്രങ്ങളും നോക്കി. മാധവേട്ടൻ എത്തുന്ന കാലത്ത് എന്തായിരുന്നു മുത്തങ്ങ? ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ മുത്തങ്ങയിലെ ഒരു സാഹചര്യം മുത്തങ്ങ ഇപ്പൊ നായാട്ടുകാരെ കൊണ്ട് ഏറ്റവും ബുദ്ധി ആനക്കൊമ്പ് വേട്ട ഏറ്റവും വലിയ പ്രശ്നത നായാട്ടുകാരെ. അതിൽ ഈ പുറത്തുനിന്ന് ഈ ഇടുക്കി ഈ ഭാഗത്തു നിന്നൊക്കെ വരുന്നത് നമ്മൾ അവിടുത്തേരല്ല. ഇതിന്റെ മെയിൻ ഇവിടെ നിന്ന് കുറെ ആദിവാസികളെ ഈ വഴി കാണിക്കാനൊക്കെ കൊണ്ടുവരും ഇവര്. ഇങ്ങനെ കാട്ടുകൂടിയുള്ള നടക്കുന്ന അത് കർണാടകയും നമ്മളും തമിഴ്നാടും കൂടി പിന്നെ ആണ് ഈ സംരക്ഷണത്തിൽ. അപ്പൊ നമ്മൾ 3 മാസം കൂടുമ്പോൾ ഓരോ മാസം ഓരോ മീറ്റിംഗ് നടത്തും ഓരോ സ്ഥലത്ത് വെച്ചിട്ട്. പിന്നെ അതിൽ CCF മുതൽ എല്ലാവരും ഉണ്ടാവും. പിന്നെ ട്രൈ പാർട്ടി മീറ്റിംഗ് എന്നറിയും. അപ്പോൾ ഒരു പ്രാവശ്യം മുത്തങ്ങ ആണെങ്കിൽ ഇത് പ്രാവശ്യം കർണാടകയിൽ, ഒന്ന് തമിഴ്നാട്, അപ്പോൾ എല്ലാ ഓഫീസർമാരുണ്ട്. എങ്ങനെ അത് കൈകാര്യം ചെയ്യണം. അപ്പോൾ നമ്മൾ ഒന്നായിട്ട് അവിടുത്തെ അല്ലാതെ നടക്കൂല. അവിടെ ഒന്നായിട്ട് ഇങ്ങനെ ചേർന്ന് നടക്കുന്ന ഏരിയകളാണല്ലോ. അപ്പോൾ ഒരുമായിട്ട് നമ്മൾ നല്ല ഇതാണ്. ഏത് വർഷത്തിലാണ് മുത്തങ്ങ ജോയിൻ എത്തുന്നത്? 98. ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു പിന്നെ വീരപ്പനൊക്കെ വീരപ്പൻ സജീവമായിട്ടുള്ളതാണ്. അപ്പോൾ എന്താന്ന് വെച്ചാൽ വീരപ്പന്റെ വരുന്നുണ്ട് നമ്മളെ ബോർഡറിൽ തന്നെ. അപ്പോൾ അവിടുത്തെ ക്യൂ ബ്രാഞ്ചിന്റെ ആൾക്കാർ നമ്മളെ അടുത്ത് വരും. നമ്മളെ അടുത്ത് വന്നിട്ട് അന്നപ്പോൾ ഒരു ലുങ്കിയൊക്കെ കൊടുത്ത് വേഷപ്രസന്ന ഇതായിട്ടാണ് വരിക. അപ്പോൾ നമ്മളെ ഷെഡിലൊക്കെ വന്നിട്ട് നമ്മൾ വയർലെസ് മെസ്സേജ് തരും. ഞങ്ങൾ ഇന്ന ഷെഡിലുണ്ട്, അതുപോലെ ഭക്ഷണമൊക്കെ നമ്മൾ കൊടുക്കും. അതിനെ പറ്റിയുള്ള അത് വീരപ്പൻ ഇങ്ങോട്ട് മാറി നമ്മളെ ഏരിയയിലേക്ക് ആണ് വന്നതെന്ന് അറിയുകയാണെങ്കിൽ കർണാടകയിൽ നമ്മളെല്ലാം വളരെ തമിഴ്നാട് അന്ന് ജയലളിത മുഖ്യമന്ത്രി പക്ഷേ പിടിക്കാൻ വേണ്ടി ഏറ്റവും അധികം സഹായം ചെയ്തത് ജയലളിത. നമ്മളോട് ഇതൊക്കെ നല്ല ഇതായിരുന്നു. അങ്ങനെ ഈ പോലീസുകാരൊക്കെ വിടുന്നതിലൊക്കെ ആരും അറിയാലോ ഈ ടീമാണ് വരുന്നത്. ഒരു ലുങ്കിയൊക്കെ കൊടുത്ത് ഇങ്ങനെ പോലീസുകാരൊക്കെ ഈ ഒരു 93-94 കാലങ്ങളിലൊക്കെ വീരപ്പന്റെ ടൈം വയനാട് കാടുകളുടെ പല നമ്മൾ ആണല്ലോ ഈ മുത്തങ്ങ ആണല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്നത്. തമിഴ്നാടുമായിട്ട് മുതുമലയായിട്ട് നമ്മൾ മുത്തങ്ങയാണ് വന്നത്. അതുപോലെ തന്നെ അവിടെ പിന്നെ കർണാടകയും നമ്മളും തമിഴ്നാടുമായിട്ട് 3 സ്റ്റേറ്റും കൂടി ജോയിന്റ് ചെയ്യുന്ന സ്ഥലമുണ്ട് മുത്തങ്ങ. ഇപ്പൊ പലതും വീരപ്പന്റെ ചന്ദനം അതുപോലെ ആനക്കൊമ്പൊക്കെ പലതും കേരളത്തിലേക്ക് വരികയും ഏജൻസികളുണ്ട് അവർക്ക്. അതിന്റെ ഭാഗങ്ങളാണ്. ചന്ദനമൊക്കെ മിക്കവാറും കർണാടകയിലും തമിഴ്നാടുകളിലും അവൻ മുറിച്ച് കടത്തിപ്പോയിക്കുന്നത്. നമ്മളെ ആൾക്കാരുണ്ട്. അതായത് അവിടെ ഇതില്ലെങ്കിൽ നമ്മളെ സ്റ്റേറ്റിൽ നൂൽപ്പുഴ പഞ്ചായത്തിലെ 2 ചന്ദന ഫാക്ടറി, ഒന്ന് കല്ലൂർ, ഒന്ന് നൂൽപ്പുഴയും. ആ 2 ഫാക്ടറി നമ്മൾ കൂട്ടിച്ച്
അത് നമ്മളിവിടെ വരുംകര എന്നൊരു ടീമുണ്ടായിരുന്നു, ഇവരെടുത്തനു ആ ചന്ദന ഫാക്ടറി. അന്ന് ഞാൻ ആ ഫോറസ്റ്റ് ഓല എടുത്തതിന്റെ പിറ്റേന്ന് തന്നെ ഞങ്ങൾ അവിടുന്ന് ചന്ദനം പിടിച്ച് ചാർജ് ചെയ്ത ഇത് പൂട്ടിച്ചാർജ്. അല്ല എന്നോട് ഭയങ്കര ഏഷ്യാനും ഇവർക്ക് വരുംകലക്കാർക്ക്. ഏതെങ്കിലും തരത്തില് ഒരു ഈ വീരപ്പനുമായി കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങള്? ആ വീരപ്പൻ വരുമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ അവിടെ ഒരു അമ്പലത്തിൽ വരും. ഇത്രയും മലയൊക്കെ കടന്നിട്ടാണെങ്കിൽ മൂപ്പര് അമ്പലത്തിൽ വന്ന് തൊഴുതു പോകും രാത്രി. അപ്പൊ അവിടെ ആന കാണും. ആനുഭവം വരുന്ന തന്നെ ഭയങ്കര പ്രശ്നമാണ്. അവിടെ എന്നിട്ട് ആ ഒരു ബറ്റാലിയൻ പോലീസിന് സ്പെഷ്യൽ മുതുമലയാണോ? പോലീസ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. ആ. സ്ഥിരമായിട്ട് അവർ താമസിക്കാനൊക്കെ അവിടെ വരുന്നുണ്ടെന്നുള്ള. അതൊക്കെ പിന്നെ വീരപ്പനെ വെടിവെച്ച് കൊന്നതിന് ശേഷമാണ് പിന്നെ ഓലൊക്കെ പോയത്. അപ്പൊ പിന്നീട് മുത്തങ്ങ ഒരു സമരത്തിന്റെ ഒരു ആ പിന്നെ അങ്ങനെയാണ് ഇവര് ഈ 2003 ജനുവരി ജനുവരിയിൽ ഇവര് വരുന്നത്. എങ്ങനെയാണ് അവിടെ ഈ ഒരു സമരം ആയി വരുന്നല്ലേ? അതിന്റെ ഒരു ആദ്യം ഇവര് വളരെ സമാധാനപരമായിട്ട് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇവര് അവിടെ പുലി തൂക്കി കല്ലൂർ ഒരു സ്ഥലത്ത് ഇവര് ഞാനും പാർട്ടിയും സംഘടിച്ച് നമ്മളെ പ്ലാന്റേഷൻ ഉണ്ട് അവിടെ. നമ്മള് ഈ യൂക്കാലി മുറിച്ചിട്ട് സ്വാഭാവികവനാക്കുന്ന 1000 ചില്ലാൻ ഏക്കറുണ്ട് സ്ഥലം. അത് പണ്ട് ഈ ഒളിയോറൻസിന് വേണ്ടിയിട്ട് നല്ല കാട് മുറിച്ചിട്ട് പിന്നെ യൂക്കാലി വെച്ച സ്ഥലമാണ്. അത് പിന്നെ നമുക്ക് ഈ പിന്നെ അത് പിന്നെ അത് മാറ്റിയല്ലോ, നയം മാറ്റി. അതിൽ നമ്മള് യൂക്കാലിയൊക്കെ മുറിച്ച് അതിലുള്ള കുറച്ച് സ്ഥലം കുറച്ചേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള സ്ഥലത്ത് നമ്മളെ സ്വാഭാവിക വനം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഏരിയ ആണ് ഇവര് കയ്യേറാൻ കണ്ടത്. എന്തുകൊണ്ടാണ് അവര് മുത്തങ്ങ സെലക്ട് ചെയ്യുന്നത്? അന്യ സംസ്ഥാനങ്ങളിലേക്ക് രക്ഷപ്പെടാനും ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇവർക്ക് എല്ലാ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ഒക്കെ പോകാനും വരാനും ഒക്കെ ഉള്ള വഴി അതാണല്ലോ. അല്ല, അവരുടെ ആവശ്യം എന്ന് പറയുന്നത് അവർക്ക് ഭൂമി കിട്ടുകയാണ്. പക്ഷെ ഭൂമി കിട്ടാനുള്ള ഒരു ഇത് മാത്രമല്ല. ഈ സ്ഥലം കയ്യേറിയിട്ട് ഒരു നക്സൽ മോഡലിൽ ഒരു ഏരിയ അടക്കിയിട്ട് പോലെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കാന്നുള്ള ഒരു അതിന്റെ ഉള്ളിൽ അങ്ങനെയാണ് അവരെ പരിപാടി. അങ്ങനെയാണെങ്കിൽ തോൽപ്പട്ടി സ്ഥലം ഉണ്ടല്ലോ, ഇതുപോലത്തെ പ്ലാന്റേഷൻ തോൽപ്പട്ടി ഉണ്ട്. തോൽപ്പട്ടി ഇങ്ങനത്തെ പ്ലാന്റേഷൻ ഉണ്ട്. ഈ 100 കണക്കിന് കിലോമീറ്റർ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വളയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇവിടുത്തെ ആദിവാസികളെ സപ്പോർട്ടും ഇല്ലല്ലോ. പിന്നെ തിരുവനന്തപുരത്തേക്കാണ് ഇവിടെ കയ്യേറിയത്. തിരുവനന്തപുരം ആ ഭാഗത്തൊക്കെ ഉള്ള കുറെ ടീം. പക്ഷെ അവരൊന്നും ഇവിടെ താമസം. പിന്നെ അതിന്റെ ഉള്ളിൽ ഇവർക്ക് ചാരായം മാറ്റലും അത് ഇതും ഇങ്ങോട്ട് ഇതാക്കിയിട്ട് ഇവരെ ഒരു പ്രത്യേക ഇതായിരുന്നു. അത് നാട്ടുകാരെ എതിർത്ത്. പിന്നെ മൊത്തത്തിൽ നമുക്ക് ഇത് നടക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സഹായത. അവിടെ കക്ഷി രാഷ്ട്രീയത്തിന്റെ അതീതമായിട്ട് എല്ലാ രാഷ്ട്രീയക്കാരും ഞങ്ങളെ പിന്നിലായിരുന്നു. അത് എത്രയോ ബന്ധുക്കളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട്. പിന്നെ നാട്ടുകാർ ഒന്നായി ഇതിലെ പിടിച്ചതാക്കാൻ നോക്കിയിട്ടുണ്ട്. നാട്ടുകാർക്ക് പുറത്ത് കിട്ടിയാൽ അവര് തല്ലുകയും ചെയ്യും. നാട്ടുകാരെ ആദിവാസികളും നമ്മളെ കൂട്ടത്തിൽ തന്നെ ആയിരുന്നു. മുത്തങ്ങ സമരം തുടങ്ങുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു മതവേട്ടൻ അറിഞ്ഞത് എപ്പോ മുതലാണ്? അതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? സംഭവം ഇവര് അവിടെ കാട്ടില് പിന്നെ കുറെ ആൾക്കാർ അവിടെ താമസം ഉണ്ട്. വൈകുന്നേരം ഇവര് വരുന്നേ ഇങ്ങനെ താമസത്തിന് വേണ്ടിയിട്ട് അവിടെ കയ്യേറാനുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ അങ്ങനെ രഹസ്യ വിവരം കിട്ടി. അപ്പൊ ഞങ്ങൾ വണ്ടി എടുത്ത് വന്നപ്പോൾ തന്നെ പോയി നോക്കുമ്പോൾ ഇവര് ഇങ്ങനെ കാട്ടിൽ ഇങ്ങനെ തീയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് കാടിന്റെ ഉള്ളിലേക്ക് ഒന്നും പോകുന്നില്ല. അങ്ങനത്തെ ഈ ഫയർ ഏരിയ ഇതുണ്ടല്ലോ, തീ പിടിക്കാതിരിക്കാൻ നമ്മൾ ഫയർ ലൈൻ ഉണ്ടാവും. നല്ല വീതിയിലാണ്. അതപ്പോ ഈ വീതി ഉണ്ടാവും നല്ല. പിന്നെ ഞങ്ങൾ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സമരം തുടങ്ങിയാണ്. അതിനെ കൊണ്ട് നിങ്ങളെ ഞാൻ ദ്രോഹിക്കുന്നില്ല ഞങ്ങള്. അതിൽ പിന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമ്മളോട് നിരീക്ഷണം മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ അന്നപ്പം തന്നെ മാസ്റ്റർ എഴുതി റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കും. സർക്കാർ പറയണത് ഇവരെ നിരീക്ഷിക്കാൻ. നിരീക്ഷണം മാത്രം. ഒന്ന് അവരെ അറസ്റ്റ് ചെയ്യുക പിടിക്കുക ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് തന്നെ ഞങ്ങൾക്ക് ഒഴിപ്പിക്കാൻ പറ്റിയുള്ളൂ. അന്ന് കുറഞ്ഞ ഒരു 10-25 സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഒഴിപ്പിക്കാൻ പറ്റിയ പ്രശ്നമേ ഉള്ളൂ. അന്ന് തന്നെ ഒഴിപ്പിക്കായിരുന്നു. ഒരു വിചാരിച്ചില്ലപ്പം അങ്ങനെ ആയിക്കും ആദിവാസികൾ ഞങ്ങളങ്ങനെ ഒഴിപ്പിച്ചോണ്ട് കൊണ്ടുപോകുന്നുള്ള അറസ്റ്റ് ചെയ്യുന്ന. പിന്നെ അതാണ് പിന്നെ ഒരു ശക്തി കൂടി ഇങ്ങനെ ഇതായിട്ട് അതിൽ വനമന്ത്രി അന്ന് ഒഴിപ്പിക്കണം എന്നുള്ള കർശന നിലപാടായിരുന്നു. സുധാകരൻ എന്നെ തിരുവനന്തപുരത്തേക്ക് എത്രയോ പ്രാവശ്യം വിളിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ ആദിവാസികളെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇത് കേട്ടിരുന്നു, രാജിവെക്കും എന്ന് പറഞ്ഞിട്ടൊരു. അതുണ്ടായിരുന്നു. അത് ഞങ്ങളെ ബന്ദികളാക്കി അന്ന്. നാളെ പിന്നെ കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചില്ലേ മന്ത്രിസ്ഥാനം തുടരൂല എന്ന് പറഞ്ഞു. അങ്ങനെ കർശനായ നിലപാട് സുധാകരൻ എടുത്തതിനെ കൊണ്ടാണ് അന്ന് ഇത് നടന്നത്. അന്ന് ഇത് തുടങ്ങുന്നു, സമരം സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ കുറച്ച് പേര് അപ്പോൾ നിങ്ങളോട് നിരീക്ഷിക്കാൻ പറയുന്നു. അപ്പോ പിന്നെ ഞങ്ങളിങ്ങനെ രാവിലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വണ്ടി എടുത്ത് പോകും. പിന്നെ ഇവരെന്ത് ചെയ്ത് ഞങ്ങൾ പോകുന്ന റോഡൊക്കെ ബ്ലോക്ക് ആക്കി തുടങ്ങി. വണ്ടിയൊക്കെ ഇവര് ചെക്ക് പോസ്റ്റ് പോലെ ഉണ്ടായിട്ട് അങ്ങനെ തുടർന്ന് പോകണല്ലോ. അങ്ങനെയും കുറെ വന്നപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് യാതൊരു നിർദ്ദേശവും കിട്ടുന്നില്ല. നമ്മളിങ്ങനെ ചോദിക്കും ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവരെ ഒഴിപ്പിക്കാനുള്ള നടപടി വേണോ. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇവരെന്താന്ന് പറയുകയാണെങ്കിൽ ഈ അമ്പ് ബില്ലൊക്കെ ആയിട്ടാണല്ലോ വരിക. മാനൊക്കെ അമ്പ് ചെയ്ത് കൊല്ലുക.
എന്നിട്ട് തിന്നുക. പിന്നെ അങ്ങനത്തെ ഒരു രീതിയിലായി. പിന്നെ കാടിനൊക്കെ തീ കൊടുത്ത് വലിയ കൃഷിസ്ഥലം പോലെ ഇത് വെട്ടി ഉണ്ടാക്കൽ തുടങ്ങി. അങ്ങനെയാണ് ഒരു ദിവസം ഇങ്ങനെ കാടിന് തീ പിടിച്ചെന്നുള്ള വിവരം നമുക്ക് കിട്ടിയത്. അങ്ങനെ ഞങ്ങള് പിന്നെ വണ്ടിയായിട്ട് അവിടെയുള്ള ഈ വാച്ചർമാരും ഫയർ വാച്ചർമാരും ഇങ്ങനെ കാണുമല്ലോ എല്ലാ സ്ഥലത്തും കാട്ടിൽ. പിന്നെ മരത്തിന്റെ മുകളിൽ നമ്മൾ ഇത് കെട്ടും. എന്നിട്ട് അവിടെ വാച്ചർമാരുണ്ടാവും. അവർ വയർലെസ് സംവിധാനത്തിൽ കൂടി എവിടെയെങ്കിലും പുക കാണുക, കാടിന് തീ പിടിച്ചെന്നുള്ള ഏറുമാടം പോലെ ഈറമാടം പോലെ അതിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ടായിരിക്കും അത്. അപ്പൊ എവിടെ ഉണ്ടെങ്കിലും അറിയാൻ പറ്റും. അങ്ങനെ പോലെ വിവരം തരും. അങ്ങനെ നമ്മൾ വിവരം കിട്ടിയ അനുസരിച്ചാണ് ഞങ്ങൾ ജീപ്പ് ഒരു തീക്കൊള്ളു. നമ്മൾ വരാൻ നിൽക്കണ്ട, അവർ തന്നെ തീക്കെടുത്തിക്കോളൂ. പിന്നെ നമുക്ക് വരുമ്പോൾ വെള്ളവും സൗകര്യമൊക്കെ ആയിട്ട് ഈ സംഭവം നടക്കുന്നതെന്ന് നമ്മൾ ജീപ്പില്ല, വർക്ക്ഷോപ്പിലാണ്. അപ്പം പുറത്ത് കിടന്ന ഒരു പുഷ്പൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ജീപ്പുണ്ട്. ആ ജീപ്പ് കയറ്റാ ഞങ്ങൾ. ആ ജീപ്പിനെ അവർ ആക്രമിച്ച് ജീപ്പിന്റെ ഡ്രൈവറെ പുഷ്പനെ ഇവർ അടിക്കുകയും പരിക്കുകയൊക്കെ കയറ്റിയിട്ട് ബന്ദിയാക്കി. കുറെ വാച്ചർമാരെയും ബന്ദിയാക്കി. അന്ന് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സുരേഷ് എന്ന് പറഞ്ഞ അവൻ്റെ ഒരു വയർലെസ് മെസ്സേജ് ഇട്ട് ഞങ്ങൾ തീക്കെടുത്തി പോരുന്ന പോരെല്ലാണ് ഈ ആദിവാസി വാച്ചർമാരെ വലിയ ബന്ദികൾ പിടിച്ച് ഒരു സെറ്റ് കൊണ്ടുപോയിട്ട് കിട്ടിയിട്ട്. അപ്പോൾ അതെന്താ വിവരം ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും. അപ്പോൾ ഈ സുരേഷ് ബാബു എന്ന് പറഞ്ഞ അതിന് ഒരു വാച്ചറേയും കൂടി ഇവർ തടഞ്ഞു വെച്ച്. അപ്പോൾ വയർലെസ്സിൽ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കയ്യേറ്റക്കാർ തടഞ്ഞു വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഉടനെ എത്തണം. അങ്ങനെയാണ് ഞങ്ങൾ വണ്ടിയായിട്ട് പോകുന്നത്. അങ്ങനെ അവരൊരു ഏരിയ ഉണ്ട്, ഇവരെല്ലാം കൂടി അന്നപ്പോൾ 300-400 ആൾക്കാരുണ്ട്. അവിടെ ചെന്ന് ഇവരെന്തിനാ പിടിച്ചു വെച്ച്, കാരണം ഇവരൊന്നും ചെയ്യാത്തവരാണല്ലോ. തീക്കെടുത്ത അന്ന് അതെല്ലാം ഇവര് ഞങ്ങളെയും ബന്ദിയാക്കി. നേരെ ഇറങ്ങി കൈ കെട്ടി കൈയൊക്കെ പിടിച്ച് കെട്ടിയിട്ട് ഇങ്ങനെ. അത് പിന്നെയാണ് ആദ്യത്തെ അന്നപ്പൊന്നും പ്രശ്നമില്ല. ഗീതാനന്ദം വില വളരെ ഇതിൽ തന്നെ ഞങ്ങൾക്ക് നിങ്ങളോട് എതിർപ്പൊന്നുമില്ല എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവരോരോ നുണ പറയലോ, നിങ്ങൾ അവിടെ നമ്മൾ വളർത്തുന്ന ആന ഉണ്ടല്ലോ, ഈ ആനയ്ക്ക് ചാരായം കൊടുത്തിട്ട് നിങ്ങൾ ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ച് എന്ന് പറയാ. അന്നൊരു 4-5 ആന ഉണ്ട്. അതില്ല, അതിന്റെ ചാർജുള്ള രാജൻ എന്ന് പറഞ്ഞ കോഴിക്കോട്ടുകാരനാ. ഇയാളെയാണ് ഇവര് വർദ്ധിക്കുന്നത്. നിങ്ങളാണ് ഇതാകുന്നത്. പിന്നെ ഈ സുരേഷ് ബാബുവിനെ എന്നിട്ട് നേരെ കൊണ്ടുപോയി അവരവിടെ നിന്നിട്ട് കെട്ടിയിട്ട് അന്നവളി പോലീസും പാർട്ടിയും എല്ലാം കംപ്ലീറ്റ് എത്തിക്കുന്നത്. കാട് വളഞ്ഞിക്കുക. ഒരു ഫോട്ടോഗ്രാഫറോ സാലി ജോസഫ്, അയാള് ഭയങ്കര ഇടതുപക്ഷക്കാരനാണ്. ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന സാലി ജോസഫിന്റെ അച്ഛന് ആദിവാസികളെ സപ്പോർട്ട് ചെയ്യുന്ന. ഇനി എന്തിനാ ഫോട്ടോ എടുക്കാൻ പോയിരുന്നൊക്കെ സാലി ജോസഫിനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞിങ്ങനെ സാലി ജോസഫ് പറഞ്ഞിങ്ങനെ കൽപ്പിച്ചുകൂട്ടി തീ കൊടുത്താണല്ലോ ഇത് ഇവരെ സമരം വിജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഫോട്ടോ എടുക്കാൻ പോയതാണ് ഞാൻ എന്ന് പറഞ്ഞു. അയാൾക്ക് 10 സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്. 17-7 തീയതി ഒരു ഉച്ചയ്ക്ക് 3 മണിക്ക് അന്ന് പോയി. അന്ന് രാത്രി ഫുള്ളായിട്ട് ഞങ്ങളെ പിടിച്ചു കെട്ടിയിട്ട് വരും. രാത്രി എങ്ങനെ എന്തായിരുന്നു അവർ നമ്മളുമായിട്ട് കൂടുതൽ സംസാരമൊന്നുമില്ല. ഓല് പറയുന്നത് പിന്നെ കലക്ടർ വരണം. അന്ന് ഓവാലം എന്ന് പറഞ്ഞൊരു കലക്ടറാ. പിന്നെ അവർ വന്നാലേ ഞങ്ങൾക്ക് ബന്ദികളാകാം, ഞങ്ങൾക്ക് പിന്നെ സർക്കാരിന് കുറെ ഉറപ്പ് കിട്ടാനുണ്ട്, എന്നാലേ ഞങ്ങളെ വിടാൻ പറ്റുമെന്ന്. അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, സർക്കാരുമായിട്ടുള്ള നിലപാടാണ്. അതിൽ നമ്മൾ ഈ വാച്ചർമാർ മുഴുവനുണ്ട്. പിന്നെ അത് ഒരു കാരണം ഉണ്ടാക്കാന്നേ ഉള്ളൂ. അതിന്റെ ഉള്ളിൽ അവർക്ക് ഏതായാലും ആ സ്ഥലം അവർ കിട്ടില്ല എന്ന് അവർക്ക് അറിയാം. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥലമല്ലേ. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇന്ന ഒരു കാര്യം വരും, ഞാനുമായിട്ട് നല്ല ഇതാണ് കൊണ്ട് ഇന്ന വല്ലാതെ ഇവര് ഉപദ്രവിക്കുന്നൊന്നുമില്ല. ഈ രാജനെ ഈ സുരേഷ് ബാബുവിനെയാണ് വിരോധം. പിന്നെ ഈ വാച്ചർമാരുടെ കൂട്ടത്തിൽ ചില ആൾക്കാർ, അതുപോലെ ഈ ഡ്രൈവർ പുഷ്പന ഇനി അങ്ങനെയാണ് വണ്ടി എടുത്ത് വരിക, ഇനി ടാക്സിക്കാരനല്ലേ, ഞങ്ങളെ സമരത്തിന് ഓലെ സഹായിക്കാവോ എന്ന് ചോദിച്ചിട്ട്. പിന്നെ പുഷ്പന് പിന്നെ സർക്കാരിന് പിന്നെ കേസ് കൊടുത്ത് ഞങ്ങളെ പൈസ പിരിച്ചു കൊടുത്തോനെ. അവന്റെ വണ്ടി എന്നാക്കാനൊക്കെ ഉള്ള ഞാൻ സർക്കാരിനൊന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ ഉടനെ വിധിയായി. അങ്ങനെ രാത്രി കഴിഞ്ഞു. പിറ്റേന്ന് ഉച്ചയ്ക്ക് ഇതായിട്ട് ഒരു വിട്ട്. അന്ന് ഈ സമയത്ത് ജാനുവും ഗീതാനന്ദനും എല്ലാവരും ഉണ്ട്. കളക്ടറുമായിട്ട് അന്ന് പ്രത്യേക ചർച്ച, ഞങ്ങളുമായിട്ട് എല്ലാവരും ചർച്ച നടത്തുന്നത്. ബന്ദിയാക്കിയ സമയത്ത് ഇവരൊക്കെ സർക്കാരുമായിട്ട് തീരുമാനം എടുക്കാന്ന് പറഞ്ഞു. കളക്ടറിന് എനിക്ക് ഇതിൽ തീരുമാനം എടുക്കാനും പറ്റൂല, തൽക്കാലം ഇത് അല്ലെങ്കിൽ ഞങ്ങൾ ബലം പ്രയോഗിച്ച് മോചിപ്പിക്കുന്ന പോലീസിന്റെ. അന്ന് നാട്ടുകാർ മുഴുവനും ഒന്നായിട്ട് വളഞ്ഞ പ്രദേശം മുഴുവനും വളഞ്ഞു നിൽക്കുക. അതിന്റെ ഫോട്ടോ ഉണ്ട്, അതിന്റെ വീഡിയോ കണ്ട് നമ്മളില്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് മോചിപ്പിച്ചു. പിന്നെ ഞങ്ങൾ പുറത്ത് ഞങ്ങളന്ന് നേരെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി. അന്നപ്പോൾ ഹോസ്പിറ്റലിന് പിന്നെ സർക്കാരിന് നിർദ്ദേശം വന്ന് എല്ലാ ഹോസ്പിറ്റലിനും റെഡി ആയി നിൽക്കണമെന്ന്. സർജറി അടക്കം എല്ലാ ആംബുലൻസും പിന്നെ സർജറി ചെയ്യാനുള്ള ഇതൊക്കെ, കാരണം ഏറ്റുമുട്ടലുണ്ടാവുന്ന ഉറപ്പാണല്ലോ. അങ്ങനെയാണ് പിറ്റേന്ന് ഒഴിപ്പിക്കൽ തുടങ്ങി. അന്നവൾക്ക് DF എന്നെ വിളിച്ച്, നിങ്ങൾ ഹോസ്പിറ്റലിൽ തുടരണ്ട,
ഡിസ്ചാർജ് ചെയ്ത് വേഗം മൊത്തം എത്തണം എന്ന് പറഞ്ഞു. ഓ അങ്ങനെ പിന്നെ അന്നപ്പം തന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ മുത്തങ്ങയ്ക്ക് മുത്തങ്ങയ്ക്ക് തന്നെ. ഓ. പിന്നെ മുത്തങ്ങ അത് കൺട്രോൾ ചെയ്യാൻ വന്നപ്പോൾ ആയിരക്കണക്കിന് സ്റ്റാഫാണല്ലോ, ഇവർക്ക് ഭക്ഷണം വേണം, കാര്യം ഇതൊക്കെ തിരിച്ച് ഡ്യൂട്ടിയിൽ തന്നെ വന്നു. ഡ്യൂട്ടിയിൽ വന്നു. അപ്പൊ അത്ര അന്ന് ഫണീന്ദ്രകുമാർ റാവു എന്ന് പറഞ്ഞ ഒരു DF മധ്യപ്രദേശ്. അപ്പൊ മൂപ്പരിനോട് പറഞ്ഞത് ഒരു കണക്കിന് ഇവിടെ അറിയുന്ന ആൾക്കാരൊക്കെ കുറവാണ്, ഇവരെ കൺട്രോൾ ചെയ്യണമെങ്കിലും ഇവരൊക്കെ ചെയ്യണം. അങ്ങനെ വന്നപ്പോൾ തന്നെ ഡിസ്ചാർജ് ചെയ്ത് പോന്നിട്ട് പിന്നെ അവിടെ എന്തോന്ന് ചെന്ന് വർക്ക് ഉണ്ടായിരുന്ന സുരേഷ് ബാബു ഇവരോടൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ചോദിച്ചോളി എന്ന് പറഞ്ഞു ട്രാൻസ്ഫറിനെ. അപ്പൊ രാജൻ എന്ന് പറഞ്ഞ ആള് കണ്ണൂര് മൂപ്പരെ വൈഫ് ഉണ്ടായിരുന്നു, മൂപ്പര ആ ഏരിയയിലേക്ക് പോയി. സുരേഷ് ബാബു ഇങ്ങോട്ട് പോന്ന്, കോഴിക്കോട്ടേക്ക് പോന്ന്. അപ്പൊ എനിക്ക് ട്രാൻസ്ഫർ തന്നില്ല. ഞാൻ കോഴിക്കോട്ടേക്ക് അന്ന് ചോദിച്ചാ അപ്പൊ DFനോട് നിങ്ങൾ പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. ഇവിടെ ബാക്കിയുള്ള നമ്മളെ നടപടിക്രമങ്ങളൊക്കെ ശരിയാക്കണം. പിന്നെ റിട്ടയർഡ് ആകുന്നവരെ തന്നെ അവിടെ ട്രാൻസ്ഫറും ചെയ്യാൻ അങ്ങനെ പോരണം എന്തെങ്കിലും ഉണ്ടായിരുന്നു. ഈ സംഭവം നടന്ന പിറ്റേ ദിവസം പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയാണ്. എന്റെ ഫോട്ടോ ഉണ്ടാവും. അവസ്ഥ എന്തായിരുന്നു? വീട്ടിലൊക്കെ ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് ആയതിനു ശേഷം അന്ന് തന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു. അന്ന് ഇവരൊക്കെ കുട്ടനൊക്കെ അവിടെ എത്തിക്കുന്നത്. ഇവരെ കുട്ടികളൊക്കെ പിന്നെ പെങ്ങളെ മക്കളും എല്ലാവരും ഉണ്ട്, ഇവിടുത്തെ മുഴുവനും അവിടെ എത്തിക്കുന്നത്. പിന്നീട് അതൊരു വലിയ കലാപമായി മാറി. പോലീസുകാരും അതിന്റെ പിറ്റേന്നാണ് ബലം പ്രയോഗിച്ച അതിലാണ് നമ്മളൊരു പോലീസുകാർ മരിക്കുന്നതും. അത് ഇവര് എങ്ങനെയാന്ന് പറഞ്ഞാൽ കാട്ടിൽ ഇവരെ തെരഞ്ഞിങ്ങനെ നടക്കുകയാണല്ലോ. അതിൽ വലിയൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഈ അറ്റാക്ക് ചെയ്യുന്ന ഗ്രൂപ്പ് ഉണ്ട് ഇവരിൽ, ഈ നക്സൽ മോഡലില്. അതായത് പറഞ്ഞാൽ സാധാരണ ആദിവാസികൾക്കൊന്നും അത് ചെയ്യാൻ പറ്റൂല. അത്രയും മനുഷ്യൻ അങ്ങനെ വെട്ടിയിട്ട് മസിൽസ് ഒക്കെ തിരിച്ചാൽ നിൽക്കുന്നത്, വെട്ടിയിട്ട് ഈ പോലീസുകാരന്റെ മേലെ അയാളൊരു കാല് വരെ ഏറ്റ് വീണ് പോയതാ ഹോസ്പിറ്റലിൽ. ആ വെട്ടിന്റെ ഇതിൽ ഹോസ്പിറ്റൽ താങ്ങി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അയാള് ശരീരഭാഗങ്ങൾ ഇങ്ങനെ വീണു പോയതാ. വിനോദ് എന്ന് പറഞ്ഞ അന്ന് ഈ സർവീസിൽ ഇരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുമ്പോൾ. എന്താണ് പിന്നെ ബാക്കിയുള്ള വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള ഒരു പ്രതികരണം? മന്ത്രിതലത്തിലൊക്കെ നമുക്ക് വളരെ അനുകൂലമായിരുന്നു. നമുക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാന്നുള്ളവർക്ക് അത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിനുശേഷം പിന്നെ ഈ ആദിവാസികൾക്ക് നഷ്ടപരിഹാരമൊന്നും ഒന്നും കൊടുത്തോളൂ. ഒരു ജോലിയിൽ ഇങ്ങനെ തുടർന്നെന്നല്ലാതെ. അങ്ങനെയാണെങ്കിൽ പുറത്തുള്ള ഒരു 1-2 സംഘടനകൾ ഇവർക്ക് പൈസ ക്യാഷ് ഇതൊക്കെ കൊടുത്തനോ. ഇപ്പൊ പല രീതിയിൽ മുത്തങ്ങ സംഭവത്തിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. പൊളിറ്റിക്കലായിട്ട് പല രീതിയിൽ മറ്റ് രണ്ടു കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നു. പിന്നെ വേറെ കുറെ ആളുകൾ വേറെ രീതിയിൽ പറയുന്നു. ഇതിന്റെ ഒക്കെ ഒരു അത് വെറുതെയാണ്. പിന്നെ എന്താണ് അവിടെ എന്ന് പറഞ്ഞാൽ മുത്തങ്ങ സംബന്ധിച്ചിടത്തോളം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെ വേറെ അഭിപ്രായമൊന്നുമില്ലല്ലോ. ഇതൊന്നല്ല. VS ഒക്കെ അവിടെ വന്ന് വന്നിട്ടുണ്ട്. VS പാർട്ടിക്കാർ വളരെ നിശ്ചിതമായിട്ട് നിങ്ങൾ പിന്തുണയ്ക്കാതെന്ന് ഇയാളോട് പറഞ്ഞു. അഥവാ ഇയാളെ ഞാൻ കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ചാൽ ആദിവാസികളല്ലേ, അതിനെ കൊണ്ട് നമുക്ക് അത് ശ്രമിച്ചാളാണ്. അപ്പം നമ്മളെ ഇവിടെയുള്ള ടീമൊക്കെ ഉണ്ട് അവിടെ വന്ന് താമസിക്കുന്നത് ആ പാർട്ടി ലെവലിന്. പിന്നെ എല്ലാ പാർട്ടിക്കാരും നമ്മളെ കേസ് സാക്ഷികൾ തന്നെ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. അപ്പൊ മാധവേട്ടന് എന്താ തോന്നുന്നത്? ഇത് ശരിക്കും തുടക്കത്തിൽ തന്നെ അത് ഞങ്ങളെ ഫോറസ്റ്റിലെ നല്ല ഇതുണ്ട്. പിന്നെ അതിൻ്റെ ഒരു DYSP ഉണ്ട്, സുരേഷ് എന്ന് പറഞ്ഞിട്ട്. അയാളാണ് ഇത് പിന്നെ തണുപ്പിച്ച് പിന്നെ ഒരു സഡൻ ആക്ഷൻ എടുക്കാതെ ആ പോലീസുകാരുടെ ജീവനൊന്നും പോയില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ നടപടി എടുത്തിന് ഇരുന്നെങ്കിൽ അതെല്ലാം രോഹിത് ഇയാൾ വന്നതിന് ശേഷമാണ് പിന്നെ ഇവരങ്ങനെ ബന്ദികളാക്കി കെട്ടിയിട്ടാണ് ഷെഡിന് തീ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ശശിധരനെ പിന്നെ വിനോദ് പിന്നെ വേറെ പോലീസുകാരനുണ്ട് 2-3 പോലീസുകാരൻ കെട്ടിയിട്ട് ഇവർ തീയേക്കാൻ വേണ്ടിയിട്ട്. അന്നപ്പം തന്നെ അത് ഏകദേശം ഒരു 12 മണിയാകുമ്പോൾ സംഭവം നടക്കുന്നത്. അന്നപ്പം തന്നെ പോലീസ് ശരിക്കും നടപടി എടുത്തിരുന്നെങ്കിൽ ഇവരെ ജീവൻ രക്ഷിക്കാനും. പിന്നെ ഇയാൾ വന്നതിന് ശേഷമാണ് പിന്നെ ഇയാൾ കുറെ പോലീസുകാരെയും കൂട്ടി പോയത്. അവരുടെ ഇടയിൽ ഒരു ജോഗി അവരും മരിക്കണ്ടായല്ലോ. വെടിവെച്ച പോലീസ് മറ്റവന അങ്ങനെ പിന്നെ ഈ വെട്ടിയും കുത്തിയൊക്കെ ചെയ്തെടുക്കുകയാണല്ലോ പോലീസുകാരൻ അടമാരകമായിട്ട്. ആ സമയത്ത് എവിടെ? അന്നപ്പോ ഞാൻ നമ്മളെ ഹെഡ് ക്വാർട്ടേഴ്സിലാ. അതല്ലേ പിന്നെ ഞാനില്ല, ഞാൻ ഓഫീസിൽ ഇരുന്നത് കൺട്രോൾ ചെയ്യുന്ന ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ചെയ്യുന്ന അതില്ലായിരുന്നു. 15 ദിവസം ഞാൻ ഒരു മാവോയിസ്റ്റ് ചായവുണ്ട്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ ഇവരെ ഇതൊക്കെ വെട്ടലും ഇതൊക്കെ ഇവരൊക്കെ പെരുക്കുമൊക്കെ കണ്ടു നോക്കുമ്പോൾ അതൊരു സാധാരണ ആദിവാസിക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇതാണ് പോലെ ഇത് കണ്ടത്. ഇതിവർ സെലക്ട് ചെയ്തൊരു ക്ലാസ്സൊക്കെ കൊടുത്തിട്ടാണ് തിരുവനന്തപുരത്തും ഒക്കെ ഉള്ള ഒരു നക്സൽ അനുഭാവികളാണ് ഇവർ. കുറേ ആൾക്കാർ ഇതിൻ്റെ തലപ്പത്തിലുള്ളത് വാച്ചർമാരെയാണ് ഒരു ലക്ഷ്യമിട്ട്. വാച്ചർമാരെ മുഴുവനും ഇവർ ബന്ദികളാക്കി ഈ ഡ്രൈവറെ. അതിനുശേഷം
ഞങ്ങളോട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചത് ഇവരെ വിടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞങ്ങളെ മൂന്നാളെ വലിയ ബന്ദികളാക്കുന്നത്.